ഹലോ മച്ചാന്മാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി സിനിമയായ ടർബോ 50 കോടി ക്ലബിൽ കയറിയപ്പോൾ ചില ചാനലുകാർക്ക് ക്രിമികടി തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ ചെയ്യുന്ന പരിപാടി വേറെ ഒന്നുമല്ല, മമ്മൂട്ടി വീഡിയോസ് ചെയ്ത് അന്നം കഴിച്ചിട്ട് ആ പാത്രത്തിൽ വിസർജിക്കുന്ന പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ അങ്ങനെയുള്ള മമ്മൂട്ടി വീഡിയോസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മമ്മൂട്ടിക്കെതിരെയുള്ള വീഡിയോ മാത്രം ചെയ്യുക. ആദ്യം നല്ലതാണ് എന്ന് പറയുകയും പിന്നീട് ഈ പറഞ്ഞ പോലെ പാത്രത്തിൽ വിസർജിക്കുന്ന പരിപാടി നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അവരുടെ സ്വാതന്ത്ര്യമാണ് അത് ചെയ്യുക ചെയ്യാതിരിക്കുക എന്നുള്ളത്, അതൊക്കെ നമുക്ക് വിടാം. ഇനിയും മമ്മൂട്ടി സിനിമയായ ഈ ഒരു സിനിമയുടെ കളക്ഷൻ അവർ പറയുന്നു 45 കോടിയാണെന്നുള്ളത്. അതിനുദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊന്നുമല്ല, മാമാങ്കത്തിൻ്റെ കളക്ഷനാണ് എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ വീഡിയോ ചെയ്യുന്ന മോഹൻലാൽ സിനിമകളുടെ പട്ടികയിലേക്ക് കടന്നു വരുവാണെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയുന്ന ഇങ്ങനെയാണ്. നേര് എന്ന സിനിമ മോഹൻലാൽ 100 കോടി പോസ്റ്റർ ഇറക്കിയതാണ്. സിനിമയുടെ കളക്ഷൻ 85 കോടിക്ക് താഴെയാണ് എന്നുള്ളത് ഫൈനൽ വരികയും ചെയ്തു. പക്ഷേ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ലാലേട്ടൻ കട്ടയ്ക്കാണ് അവരുടെ ഫാൻസിന് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള. ഫാൻസ് 100 കോടി ഇട്ടപ്പോൾ ലാലേട്ടനും ചെയ്തത് അതുതന്നെയാണ്, അതിൻ്റെ പോസ്റ്റർ. അതാണ് ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതേപോലെ തന്നെയുള്ള സിനിമകളുടെ കാര്യമുണ്ടായിരുന്നു. ഒടിയൻ പോലെയുള്ള സിനിമകൾ വമ്പൻ പരാജയമായിട്ടും വലിയ കളക്ഷൻ ഇട്ടിരുന്നു. അതുമാത്രമല്ല, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് 200 കോടിയുടെ പോസ്റ്ററുമായി ലൂസിഫർ. ഇതൊക്കെ നടക്കാത്ത സംഭവമാണ്. മലയാളത്തിൽ സമീപകാലത്തായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിരുന്നത്, അല്ലെങ്കിൽ 200 കോടി ഒരു സിനിമ കിടക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകൾ അല്ലെങ്കിൽ അത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇവിടെ മമ്മൂട്ടി കമ്പനി തന്നെ ഒഫീഷ്യലായിട്ട് 4 ദിവസം കൊണ്ട് 50 കോടി എന്ന് പറയുമ്പോൾ 70 രാജ്യങ്ങളിലാണ് സിനിമ റിലീസ് ചെയ്തത്. അവിടെയൊക്കെ വമ്പൻ റിലീസ് നടത്തിയ ആ ഒരു കാര്യം ഈ പറഞ്ഞ പുങ്കുവന്മാരല്ല തീരുമാനിക്കുന്നത്. എന്താണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസും കാര്യങ്ങളുമൊക്കെ പറയുന്നത്, അവർ ഒഫീഷ്യലായി ഇറക്കുന്നത് തന്നെയാണ് നമ്മൾ കൂടുതലും വിശ്വസിക്കുന്നത്. എന്താണേലും മമ്മൂട്ടി മാത്രമല്ല, മോഹൻലാലാണെങ്കിലും അവരിറക്കുന്നതിൽ കൂടുതലും നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ഈ പുങ്കുവന്മാരാണ് പറയുന്നത് 85 ഉള്ളൂ, 60 ഉള്ളൂ. മോഹൻലാൽ പറഞ്ഞിരുന്നു അത് 100 കോടി കടന്നു എന്നുള്ളത്. അതാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അല്ലാതെ ഈ പുങ്കുവന്മാർ പറഞ്ഞ് 85 കോടിയിൽ നമ്മൾ വില വെക്കാറില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ വില വെക്കാറില്ല. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ 100 കോടി കഴിഞ്ഞ സിനിമ തന്നെയാണ് ഭീഷ്മപർവം എന്നുള്ളത്. അതും ഈ പുങ്കുവന്മാരാണ് 82, 85. നമ്മളുടെ കണക്കുകളിൽ 93 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിരുന്നത് എന്നുള്ളതാണ്. ഫൈനൽ വരുമ്പോൾ സിനിമ 100 കോടിക്ക് മുകളിലെത്തിയതാണ് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ഒഫീഷ്യലായിട്ട് കളക്ഷൻ റിപ്പോർട്ടുകൾ വരാത്തതുകൊണ്ട് അതിലേക്ക് നമ്മൾ നോക്കാറുമില്ല എന്നുള്ളത് തന്നെയാണ്. ഇനിയും ഈ പറഞ്ഞ പോലെ പൊങ്കോവന്മാർ മാത്രം സോഷ്യൽ മീഡിയയിൽ ഭരിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഭരിപ്പിക്കുന്നത് നിങ്ങളുടെ ആളുകൾ മാത്രം. അതേപോലെ തന്നെ മണ്ടന്മാരാണ് മമ്മൂട്ടി ഫാൻസ് എന്ന് തുറന്നു പറഞ്ഞുകൊള്ളട്ടെ, വേറെ ഒന്നും കൊണ്ടല്ല. ഇങ്ങനെയുള്ള ആളുകൾ പടച്ചു വിടുന്ന വാർത്തകൾക്ക് ചെവി കൊടുക്കുകയും അത് വിശ്വസിച്ച് പോവുകയുമാണ് സാധാരണഗതിയിൽ കാണുക. അതായത് എല്ലാവരെയുമല്ല, ചിലർ. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമെങ്കിലും പറയാനുള്ള ധൈര്യമില്ലായ്മയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയമായി പോകുമ്പോൾ കനത്ത ഡീഗ്രേഡിങ് തന്നെയാണ് ഇമാതിരി ചാനലുകാർ ചെയ്യുന്നത്. സാധാരണ ഫാൻ ഫൈറ്റുകളിൽ നമ്മൾ കാണാറുണ്ട് ഡീഗ്രേഡേഷൻ, പക്ഷേ ഇവിടെ ചില ചാനലുകാർ തന്നെയാണ് സിനിമയെ വലിയ രീതിയിൽ മോശമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തണം. താങ്ക് യു ബ്രോസ്.